മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. നാരായണീയം 51-ാമത്തെ ദശകത്തിൽ 9ഉം 10ഉം ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം. അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി. 9ാമത്തെ ശ്ലോകം. വിഷാണികാമപി മുരളീം നിതംബകേ നിവേശയൻ കബളധരക്കരാംബുജേ പ്രഹാസയൻ കളവദനൈ കുമാരകൻ ബുഭോജിത ത്രിദശഗണൈർമുദാ മുതഃ. ഭഗവാൻ കുട്ടികളോട് കൂടിയിട്ട് മറ്റ് ഗോപബാലന്മാരോട് കൂടിയിട്ട് ഭോജനോത്സവം നടത്താൻ തുടങ്ങി എന്നാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു നിർത്തിയത്. ഇനി ആ ഉത്സവത്തിനെ ഒന്ന് വർണ്ണിക്കുകയാണ്. അതിനെ ഒരു ഉത്സവമാക്കിയത് എങ്ങനെയാണ്, എന്താണ് അതിനെ ഉത്സവം എന്ന് പറയാൻ കാരണം എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ വർണ്ണിക്കുന്നത്. വിഷാണികാം അപി മുരളീം, വിഷാണികാം മുരളീം അപി, വിഷാണികയെയും മുരളിയെയും. വിഷാണിക എന്ന് വെച്ചാൽ കൊമ്പ് എന്നുള്ളതായിട്ടുള്ള വാദ്യവിശേഷമാണല്ലോ നേരത്തെ പറയുണ്ടായി. പോത്തിൻ്റെ കൊമ്പുകൊണ്ടാണ് അത് ഉണ്ടാക്കണത് എന്നുള്ളത്. ആ പോത്തിൻ കൊമ്പാണ് അവിടെ അത് വാദ്യവിശേഷം വിളിക്കാനുള്ളതായിട്ടുള്ള കൊമ്പ് വിളി എന്ന് കേട്ടിട്ടുണ്ടല്ലോ. ആ കൊമ്പ്, പിന്നെ മുരളി ഓടക്കുഴൽ, ഇത് രണ്ടും ഭഗവാന്റെ കയ്യിൽ എപ്പോഴും ഉള്ളതാണ്, കൊമ്പും കുഴലും എന്നുള്ളതാണ്. ആ വിഷാണികാം മുരളിയും അപി, ഇത് രണ്ടും ആ കയ്യിലുണ്ടായതായിട്ടുള്ള കൊമ്പും കുഴലും രണ്ടും നിതംബകയെ അരയിൽ വെച്ചിട്ടുണ്ട്. ഇരുന്നിട്ടാണ് എല്ലാവരും കൂടി വട്ടത്തിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ തുടയിലായിട്ട് അരയിലായിട്ട് ഈ രണ്ടും കൊമ്പും കുഴലും വെച്ചിട്ടുണ്ട്. വിഷാണികാം മുരളീം അപി നിതംബകയെ, നിതംബത്തിൽ എന്ത് വെച്ചിട്ടുണ്ട്? നിവേശയൻ, വെച്ചുകൊണ്ട് രണ്ടും തുടയിൽ നിതംബത്തിലായിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ വെച്ചിട്ട് നിതംബകയെ നിവേശയൻ കബളധര കരാംബുജേ, കയ്യിൽ കബളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉരുള, വായിൽ ഉണ്ടാവാനുള്ളതായിട്ടുള്ള ഉരുട്ടിയിട്ടുള്ളതായ ഉരുള, അത് കരാംബുജേ കരകമലത്തിൽ താമര പോലെയുള്ളതായിട്ടുള്ള കയ്യിൽ ആ ഉരുളയുണ്ട്, ഭക്ഷിക്കാനുള്ളതായിട്ടുള്ള ഉരുളയുണ്ട്. കബളം ധരിക്കുന്നവനായിട്ട്, എവിടെ? കരാംബുജത്തിൽ, അംബുജം പോലെയുള്ള കരത്തിൽ കബളത്തെ ധരിക്കുന്നവനായിട്ട് ഉരുള കയ്യിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ പ്രഹാസയൻ കളവദനൈഹി കുമാരകൻ, കളവദനൈഹി മനോഹരമായിട്ടുള്ള വാക്കുകൾ കൊണ്ട്, അതായത് കൊണ്ടുള്ള വാക്കുകളാണ്. അത്രയ്ക്കല്ലേ പ്രായമായിട്ടുള്ളൂ, അധികമൊന്നും പ്രായമായിട്ടില്ല. ആ കുട്ടികളുടെ ആ കൊഞ്ചല്, ആ അതിമനോഹരമായിട്ടുള്ള ശബ്ദം, ആ കളവദനൈഹി, അങ്ങനെ മനോഹരമായിട്ടുള്ള ആ ശബ്ദം കൊണ്ട് കുമാരകൻ പ്രഹാസയൻ, കൂട്ടുകാരായിട്ടുള്ള ആ ബാലന്മാരെയൊക്കെ ചിരിപ്പിച്ചുകൊണ്ട്, തമാശയൊക്കെ പറഞ്ഞ് കുട്ടികളെയൊക്കെ ചിരിപ്പിച്ചുകൊണ്ട്, പ്രഹാസയൻ കളവചനൈഹി കുമാരകൻ, പ്രഹാസയൻ ചിരിപ്പിച്ചുകൊണ്ട്, ബുഭോജിത ത്രിദശഗണൈർമുദാനുതഃ, ബുഭോജിത അങ്ങ് അവരെയൊക്കെ ഭക്ഷിപ്പിച്ചു, ഊട്ടി എന്നാണ്. അവരെ ഊട്ട് മാത്രമല്ല, സ്വയം ഊണ് കഴിക്കുകയും ചെയ്യുന്നുണ്ട്. ബുഭോജിത ഭക്ഷിപ്പിച്ചു രണ്ടുമുണ്ട്. അങ്ങനെ അവരെ ഭക്ഷിക്കുകയും കുട്ടികളെയൊക്കെ കൂട്ടുകാരെയോടൊക്കെ ചിരിച്ചും കൊണ്ട് വർത്തമാനം പറഞ്ഞും കൊണ്ട് അതിൻ്റെ ഇടയിൽ ഭക്ഷണവും കഴിയുന്നുണ്ട്. അങ്ങനെ ബുഭോജിത ത്രിദശഗണൈർമുദാനുതഃ. അപ്പോൾ ത്രിദശഗണങ്ങൾ അവരൊക്കെ പിന്നാലെ വന്നിരുന്നു എന്ന് പറഞ്ഞല്ലോ, അനുദ്രുത എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു. അവരൊക്കെ ആകാശമാർഗത്തിൽ കൂടി ഭഗവാൻ നടന്നു വരുന്നതായിട്ടുള്ള സ്ഥലത്ത് ആകാശമാർഗത്തിൽ കൂടി ഭഗവാനെ പിന്തുടരുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അവരൊക്കെ ഇങ്ങനെ ആകാശത്തിൽ നോക്കി നിൽക്കുകയാണ്, ഭഗവാന്റെ ഈ ഭോജനോത്സവം കണ്ട് നിൽക്കുകയാണ് ആകാശത്തിൽ. അങ്ങനെ ഭഗവാൻ ഭക്ഷിക്കുന്നതായിട്ടുള്ള സമയത്ത് ഈ ദേവന്മാരൊക്കെ ആകാശത്ത് നിന്ന് അദ്ദേഹത്തെ സ്തുതിച്ചു കൊണ്ടിരുന്നു. ത്രിദശഗണൈഹി, ത്രിദശഗണങ്ങളാൽ, ത്രിദശന്മാർ ദേവന്മാരുടെ ഗണത്താൽ, അത് അവർക്ക് വാർദ്ധക്യമില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ ത്രിദശന്മാർ എന്ന് പറയുന്നത്. 3 ദശയുള്ളൂ, വാർദ്ധക്യമില്ല. അപ്പം അങ്ങനെ ആ ത്രിദശഗണൈഹി ദേവന്മാരാൽ, ദേവസമൂഹത്താൽ മുദാനുതഃ സന്തോഷത്തോടുകൂടി അവരൊക്കെ സ്തുതിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അങ്ങ് ആ ഭോജനോത്സവം നടത്തി എന്നാണ്. അങ്ങനെ അവിടെ ഭക്ഷിച്ചുകൊണ്ടിരുന്നു എന്നാണ്. വിഭോജിത അങ്ങ് ഭക്ഷിക്കുകയും മറ്റുള്ളവരെ ഭക്ഷിപ്പിക്കുകയും ചെയ്തു. ത്രിദശഗണൈഹി മുദാനുതഃ.
വിഷാണികാമപി മുരളീം, വിഷാണികയെയും കൊമ്പും, മുരളീം അപി മുരളിയെയും ഓടക്കുഴലിനെയും നിതംബകയെ നിവേശയൻ, നിതംബകത്തിൽ അരക്കെട്ടിൽ വെച്ചുകൊണ്ട് കയ്യിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വിശ്രമത്തിനായിട്ട് ഇതൊക്കെ കയ്യിൽ വെച്ചിട്ടുണ്ട്, അരയിൽ വെച്ചിട്ടുണ്ട്. നിവേശയൻ കബളധര കരാമ്പുജി, കയ്യിൽ ചോറിൻ്റെ ഉരുളയുണ്ട്, ചോറാണോ എന്തായാലും ഭക്ഷണം, ആ ഭക്ഷണത്തിൻ്റെ ഉരുള കയ്യിലുണ്ട്. അങ്ങനെ കബളധര കരാമ്പുജി പ്രഹാസയൻ കളവചനീഹി മനോഹരങ്ങളായ വാക്കുകളെ കൊണ്ട് കുമാരകൻ പ്രഹാസയൻ, കുമാരകന്മാരെ കൂട്ടുകാരായിട്ടുള്ള കുട്ടികളെ പ്രഹാസയൻ ചിരിപ്പിച്ചുകൊണ്ട് അവരെ കൊണ്ട് ഭക്ഷിപ്പിച്ചു, സ്വയം ഭക്ഷിക്കുകയും ചെയ്തു. ഉഭോജിത ത്രിദശഗണയർ മുദാനുതഃ, അപ്പോൾ ആ സമയത്ത് ത്രിദശഗണങ്ങൾ ദേവതമൂഹങ്ങൾ സന്തോഷത്തോടുകൂടി അദ്ദേഹത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു എന്നാണ്. ഇനി ആ സ്തുതിക്കണ പ്രകാരം എന്താണെന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്. സുഖാസനം ത്വിഹ തവ ഗോപമണ്ഡലേ മഖാസനൽ പ്രിയമിവ ദേവമണ്ഡലേ ഇതി സ്തുതസ്തിദശവരൈർജഗത്പദേ മരുൾപുരീ നിലയ ഗജാത് പ്രപാഹിമം. സുഖാസനം തു ഇഹ തവ ഗോപമണ്ഡലേ, ദേവന്മാർ പറയാണ്, ദേവസമൂഹങ്ങൾ എങ്ങനെയാണ് സ്തുതിക്കണത് എന്ന് പറയണം. തവ അങ്ങേക്ക് ഭഗവാന് ഇഹ ഗോപമണ്ഡലേ, ഇവിടെ ഇഹ വെച്ചാൽ ഇവിടെ ഈ ഗോപമണ്ഡലത്തിൽ ഗോപസമൂഹത്തിൽ ഗോപന്മാരുടെ കൂടെ ഇരുന്നിട്ടുള്ള ഈ ഗോപന്മാരുടെ കൂട്ടത്തിലുള്ളതായിട്ടുള്ള ഭക്ഷണം അത് വളരെ സുഖാസനമാണല്ലോ, വളരെ സുഖമായിട്ടുള്ള സന്തോഷം ഉണ്ടാക്കണതായിട്ടുള്ളൊരു അശനം വെച്ച ഭക്ഷണം. സുഖാസനം തിക തവ ഗോപമണ്ഡലി, അങ്ങയ്ക്ക് ഈ ഗോപമണ്ഡലത്തിലുള്ളതായ ഈ ഭക്ഷണം സുഖകരമായിട്ടുള്ള ഈ ഭക്ഷണം കഴിക്കൽ, അശനം ഭക്ഷണം കഴിക്കൽ. ദേവമണ്ഡലേ മഖാസനാൽ പ്രിയം ഇവ, ദേവമണ്ഡലത്തിൽ ദേവന്മാരുടെ സമൂഹത്തിലിരുന്ന് മഖാസനാൽ യജ്ഞഭാഗം ഭുജിക്കുന്നുണ്ട്. അതായത് ദേവന്മാരെ ഈ യജ്ഞങ്ങളൊക്കെ ചെയ്യുന്നതായിട്ടുള്ള അവസരത്തിൽ അതൊക്കെ അഗ്നിഭഗവാൻ അതൊക്കെ ദേവന്മാർക്ക് എത്തിച്ചു കൊടുക്കുന്നു എന്നാണ് സങ്കല്പം. അതാണ് ഹുതാശനൻ എന്ന അഗ്നിക്ക് പേര്. ഹുതത്തെ മുഴുവൻ അശിക്കുന്നവൻ ഭക്ഷിച്ച് അവിടെ എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ളതായിട്ടുള്ള ഭക്ഷണ അവരുടെ ഹോമദേവ്യങ്ങളൊക്കെ ദേവന്മാരൊക്കെ ഒന്നിച്ച് സ്വർഗത്തിലിരുന്ന് ഭക്ഷിക്കും എന്നാണ് സങ്കല്പം. അപ്പം അങ്ങനെ അതിനേക്കാൾ സുഖകരമായിട്ടുള്ളതാണ് ഇവിടെ ഈ ഗോപമണ്ഡലത്തിലുള്ളതായ ഈ ഭക്ഷണം എന്ന് തോന്നുന്നു. ഇവ എന്നുള്ളത് അങ്ങനെയാണെന്ന് തോന്നുന്നു. അങ്ങനെയാണോ? അങ്ങക്ക് ഈ ഗോപമണ്ഡലത്തിലുള്ളതായ ഈ ഭക്ഷണം ദേവമണ്ഡലത്തിൽ ദേവന്മാരുടെ സമൂഹത്തിൽ മഖാസനത്തേക്കാൾ യാഗത്തിൻ്റെ ആഹുതികൾ അതൊക്കെ യാഗത്തിലെ സാധനങ്ങൾ ഭക്ഷിക്കുന്നതിനേക്കാട്ടിലും സുഖകരമാണോ എന്ന് ഇവ അങ്ങനെയാണെന്ന് തോന്നുന്നു എന്ന് ഇതി സ്തുതഃ ത്രിദശഗണൈഹി ഇതി പ്രകാരം സ്തുതിക്കപ്പെടുന്നതായിട്ട് ആരാണ് സ്തുതിച്ചത്? ത്രിദശഗണൈഹി ജഗൽപതേ ത്രിദശവരൈഹി ത്രിദശശ്രേഷ്ഠന്മാരാൽ ദേവശ്രേഷ്ഠന്മാരാൽ ഇപ്രകാരം സ്തുതിക്കപ്പെട്ടതായ അങ്ങ് ജഗൽപതേ അല്ലയോ ജഗൽപതിയായ ഭഗവാൻ, മരുപ്പുരാധീശ ഗുരുവായൂരപ്പ ഗദാൽ പ്രപാഹിമ, എന്നെ ഗതങ്ങളിൽ നിന്ന് എല്ലാ സുഖങ്ങളിൽ നിന്നും രക്ഷിച്ചാലും. അപ്പോൾ ദേവന്മാരെ എങ്ങനെയാണ് സ്തുതിക്കണത് എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞത്. എന്താണ് പറയണത് അവർ? ഇഹ ഇവിടെ തു ഇഹ എന്നാണ് പദം മുറിക്കുക. ഇഹ ഇവിടെ സുഖാസനം തു ഇവിടെ വളരെ സുഖകരമായിട്ടുള്ള ഭക്ഷണമാണല്ലോ അങ്ങേക്ക്. ഇത് എവിടെയാണ് അങ്ങ് ഇപ്പോൾ ഭക്ഷിക്കണത്? ഗോപമണ്ഡലത്തിലുള്ളതായ ഗോപസമൂഹത്തിൽ ഉള്ളതായ ഇവിടെ ഉള്ളതായ ഈ ഭക്ഷണം അത് മഖാസനാൽ പ്രിയം ഇവ, മഖാസനത്തിനേക്കാൾ യാഗങ്ങൾ യജ്ഞങ്ങളിൽ നിന്ന് അങ്ങ് ഭക്ഷിക്കുന്ന എവിടെയാണ്? യജ്ഞങ്ങളിൽ ആരാണ് കൂട്ടിനുള്ളത്? ദേവമണ്ഡലേ, ദേവസമൂഹമാണ് അവിടെ യജ്ഞാംശം ഭുജിക്കുന്നതിന് അങ്ങക്ക് കൂട്ടായിട്ടുള്ളത് ദേവമണ്ഡലമാണ്. ആ ദേവമണ്ഡലത്തിൽ നിന്ന് യജ്ഞഭാഗം ഭുജിക്കുന്നതിനേക്കാൾ സുഖകരമാണ് ഇവിടെ ഈ ഗോപമണ്ഡലത്തിൽ അങ്ങക്ക് ഭക്ഷണം എന്ന് തോന്നുന്നുവല്ലോ, ഇവ എന്ന് തോന്നുന്നു എന്ന് പറയാണ്. ഇതി സ്തുതഃ ഇപ്രകാരം ദേവവരൈഹി സ്തുതഃ ഇപ്രകാരം ദേവശ്രേഷ്ഠന്മാർ ത്രിദശശ്രേഷ്ഠന്മാരാൽ സ്തുതഃ
സ്തുതിക്കപ്പെട്ടതായ അങ്ങ് അല്ലയോ ജഗത്പതിയായ ഗുരുവായൂരപ്പ, ലോകത്തിന് മുഴുവൻ പതിയായിട്ടുള്ള നാഥനായ അല്ലയോ ഗുരുവായൂരപ്പ, എൻ്റെ ഗതങ്ങളിൽ നിന്നും രക്ഷിക്കാലും എന്നെ ഗതങ്ങളിൽ നിന്നും രക്ഷിച്ചാലും എന്ന് പറഞ്ഞ് അത് ദശകം അവസാനിക്കുകയാണ്. 2 ശ്ലോകവും ഒന്നും കൂടിയും ചെല്ലാം. വിഷാണികാമപി മുരളീം നിതംബകേ നിവേശയൻ കപളധരക്കരാംബുജേ പ്രഹാസയൻ കളവചനൈ കുമാരകൻ ബുബോധിത ത്രിദശഗണൈർമുദാനുത. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. അരയ്ക്കഹോ മുരളിക കൊമ്പുമായി നീ മനോഹരം ഉരുളയതും കരത്തിലായി പറഞ്ഞു നൽകളിവചനം സഖാക്കളായി ഭുജിച്ചഹോ സുരരഖിലം സ്തുതിച്ചുപോൽ. സുഖാസനം ത്വിഹ തവ ഗോപമണ്ഡലേ മഹാശനൽ പ്രിയമിവ ദേവമണ്ഡലേ ഇതി സ്തുതസ്തുദശവരൈർജഗത്പദേ മരുൾപുരീ നിലയ ഗദാത് പ്രപാഹിമം. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. സുരാലയേ മഖഭവ ഭോജനാൽപരം വനാശനം പശുപരടൊത്തതിഷ്ടമോ ഇതോതിടും സുരഗണസേവിതൻ ഭവാൻ മരുത്പുരീ നിലയ തുണയ്ക്കുകെന്നെ നീ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.